നീ ആദ്യം പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റിട്ടോ എന്നിട്ട് കഴിക്കാം. നീ വന്ന പാടെങ്ങനെ എന്നാ ശരി കഴിക്കേ. ഫോണ് വരുന്നു. കഴിക്കേ ടേസ്റ്റ് ഉണ്ടാ? എനിക്കിഷ്ടമായതുകൊണ്ട് ഇന്ന് ഇത് തന്നെ ഉണ്ടാക്കിയ. ഈ ഫുഡെല്ലാം കഴിച്ചിട്ടില്ലേ? ഇന്ന് ഹോസ്റ്റലിലെ ഫുഡല്ലേ. കുഞ്ഞിനെ പിടിക്കാൻ എനിക്ക് പോണ്ടത് എന്താ? തക്കടോ അമ്മ എടുത്തു പോട്ടാ. പിന്നെ പിന്നെ ഞാൻ പോട്ടെന്നാല്. നിങ്ങൾ ചായ കുടിക്കുന്നില്ല? ചായ വേണ്ട, ഞാൻ പോട്ടാ. നിങ്ങൾ ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടാ ബാഗില്? എന്നായിക്കോട്ടെ, ഞാൻ കൊണ്ടു. ശരി തക്കടു ടാറ്റ പറ. ടാറ്റ ടാറ്റ. പിന്നെ കൊറേ സമയം ഞാൻ ഇന്നോട് ഒരു കാര്യം പറയണമെന്നായിരിക്കുന്നു. പ്രതീക്ഷയുള്ളതുകൊണ്ടാ പറയാണ്ടെന്ന്. വേറൊന്നുമില്ല, ഇഞ്ച പഠനമല്ല എങ്ങനെ പോകുന്നേ. എനിക്കറിയാലോ, മര്യാദക്ക് പഠിക്കണം. ഇനി എക്സാം അല്ലേ അടുത്ത ആഴ്ച വരുന്നേ. പ്രജീഷാടന്റെ കാര്യം അറിയാലോ, നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇത്രയും കാലം നമ്മളെ നോക്കിയേ, നല്ല രീതിക്ക് നോക്കിയത് പ്രജീഷാടനല്ലേ. എനിക്കതെല്ലാം അറിയാം, ഞാനതൊക്കെ മറക്കുമെന്ന് വിചാരിക്കുന്നില്ല. മറക്കുന്നോണ്ടല്ല, എന്നാലും ഇനിയിപ്പോ എക്സാം കഴിഞ്ഞ പാട് എന്താക്കണം, കല്യാണത്തിനെ പറ്റി ആലോചിക്കണം. എക്സാം കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ജോലി ഒന്നും ചെയ്യണ്ട? ജോലി ഒന്നിച്ച് ചെയ്യാലോ. അപ്പൊ ഇത്രയും ഞാൻ പഠിച്ചതോ? പഠിച്ചിട്ട് അപ്പാണ് കല്യാണം കഴിച്ചോ? ജോലിക്ക് ശ്രമിച്ച ഇപ്പൊ ജോലി പെട്ടെന്ന് കിട്ടും. അത് കിട്ടും, എന്നാലും എനിക്ക് കുറച്ച് ജോലിയെല്ലാം മേടിച്ച് പ്രജീഷാടിനെല്ലാം കുറച്ച് സഹായിക്കെല്ലാം വേണം. ഒന്നിച്ച് വേണം. ആരെയും കണ്ടുവച്ചിനാ? നിങ്ങളോട് പറയാണ്ട, അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട? അല്ല, കല്യാണത്തിന്റെ കാര്യം പറയാൻ എന്തിങ്ങനെ പിന്മാറുന്നേ? ഇപ്പൊ കല്യാണത്തിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് സംസാരം കേട്ടായിരിക്കും ഞാൻ ആരെയോ കണ്ടുവച്ചിന്. അത് ചേച്ചിയോട് പറഞ്ഞില്ലേലും ഞാൻ പ്രജീഷാടിനോട് പറയും. ഞാൻ ആരെയും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുക പ്രജീഷാടിനോടായിരിക്കും. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഇനി തക്കടോ നീ നോക്കി ഇവിടെ ഇരിക്കും. ഞാൻ പോയി ചോറിന്റെ പണി നോക്കട്ടെ. എന്നാ കറി വെക്കണ്ടേ? എന്തെന്നാ ഉള്ളതെന്ന് വെച്ചോ. മീനെന്നാ വേണ്ടേ? അയല മേടിച്ചോ. അയലെല്ലാം കൂട്ടിട്ട് പ്രജീഷാടിനെ വിളിച്ചു പറയട്ടെ, എന്നാ അയല വാങ്ങേ. ഓക്കെ.